നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് ഹൈദരാബാദിലെ പാരഡൈസ് ബിരിയാണി കഴിക്കാനായിട്ടാണ്. തലേദിവസം വന്നപ്പോൾ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹൈദരാബാദ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം പറഞ്ഞു ഹൈദരാബാദിലെ ഏറ്റവും ഫേമസ് ബിരിയാണികളിൽ ഒന്നാണ് പാരഡൈസ് ബിരിയാണി എന്ന് പറഞ്ഞു. നമ്മുടെ റൂമിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ പാരഡൈസ് ബിരിയാണിയിലേക്ക്. അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കിന്ന് പോയേക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നേരെ പാരഡൈസ് ബിരിയാണിയിലേക്ക് വെച്ച് പിടിച്ചു. ഇവിടുത്തെ ട്രാഫിക്കിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റി. ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രൈവിംഗ് കൾച്ചർ ഭയങ്കര മോശമാണ്. കമ്പയറിങ് വിത്ത് നമ്മുടെ കേരള ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര മോശം ഡ്രൈവിംഗ് കൾച്ചറുള്ള ഒരാൾക്കാരാണ് ഇവിടുത്തെ ഹൈദരാബാദ് പീപ്പിൾസ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നു പാരഡൈസ് ബിരിയാണിയുടെ ഫ്രണ്ടിലേക്ക്, ദ വേൾഡ് ഫേമസ് പാരഡൈസ് ബിരിയാണി. അപ്പോൾ നമ്മൾ അതൊക്കെ കയറാം, നമുക്ക് വായോ. കയറുമ്പോൾ തന്നെ നമ്മൾ എയർപോർട്ടിലെയും വലിയ വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ പോലെ തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അവിടെ നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട്. 3 നിലകളായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ നിലകളിലും ഡൈനിങ് ഫില്ലാകുമ്പോഴത്തേക്കും ഓരോ മറ്റു നിലകളിലേക്ക് മാറ്റി വിടുന്നതാണ് ഇവിടുത്തെ പ്രക്രിയ. നമുക്ക് കിട്ടിയത് 3ാമത്തെ ഫ്ലോറിലേക്കാണ് നമുക്ക് ഡൈനിങ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഞങ്ങൾ ലിഫ്റ്റ് എടുക്കാതെ ഞങ്ങൾ സ്റ്റെയർ എടുത്താണ് നമ്മൾ കയറിയത്. നമ്മൾ 3ാം നിലത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു മൂലയ്ക്ക് താണ്ടെ നമുക്കൊരു സീറ്റ് കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി അവിടെ സെറ്റിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ വേറെ വന്നു. അപ്പം നമ്മളിന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ മെനു നോക്കിയിട്ട് എല്ലാത്തിൻ്റെയും വില കണ്ട് കണ്ണ് തള്ളിയിരിക്കുവാണ്. അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മട്ടൻ ബിരിയാണിയാണ്. എപ്പോഴും ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നത്. ഒരു മാറ്റം എത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്രോക്സിമേറ്റ്ലി ഒരു 20 മിനിറ്റ്സോളം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോണിൽ കുത്തിയും സംസാരിച്ചും ഓരോന്നൊക്കെ കമൻ്റ് അടിച്ച് ഞങ്ങൾ ആ ടൈം കഴിഞ്ഞു. അപ്പോൾ അതാണ്ട് വരുന്നു, നമ്മുടെ സാധനം വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേമസ് ഹൈദരാബാദി ബിരിയാണി. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ബില്ല് വന്നപ്പോഴത്തേക്കുമാണ് ശരിക്കും കണ്ടു നല്ലത്.